ഇന്ന് നമുക്ക് പ്രധാനപ്പെട്ട ഒരു 3 വിഷയങ്ങളാണ് സംസാരിക്കാനുള്ളത്. അതിലൊന്നെന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം നമ്മൾ ഫേസ്ബുക്കിൽ ഒരു ചേട്ടൻ ഞരമ്പൻ വീഡിയോ ഇട്ടിട്ട് അതിന് റിയാക്ട് ചെയ്തല്ലോ. അനുമോളുടെ ഡ്രസ്സിങ് സെൻസിനെ കുറിച്ചും വല്ലാണ്ട് എനിക്കത് പറയാൻ പോലും നാണക്കേടാണ്. അമ്മാതിരി ലെവലിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോ അല്ല, പല വീഡിയോകൾ ചെയ്തു. അതിനെ റിയാക്ട് ചെയ്ത് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ്റെ ഒരു കുഞ്ഞു വിശേഷം വന്നിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മീഡിയയുടെ കടന്നുകയറ്റം. അതായത് അത്യാവശ്യം 10 പേർ അറിയുന്ന വ്യക്തികളെ കാണുമ്പോൾ ഉണ്ടാകുന്ന മീഡിയക്കാരുടെ ഒരു ഓൺലൈൻ മീഡിയക്കാരെന്ന് പറയാൻ പറ്റില്ല, ഓൺലൈൻ മീഡിയക്കാരെന്ന് അവകാശപ്പെടുന്ന കുൽസിത ചോദ്യങ്ങളുടെ വക്താക്കൾ, അവരുടെ കടന്നുകയറ്റം. മൂന്നാമത് സംസാരിക്കാനുള്ളത് PR വിനുചേട്ടൻ ഇന്ന് പുതിയൊരു പോസ്റ്റുമായിട്ട് വന്നിട്ടുണ്ട്. ആ പോസ്റ്റിനെ കുറിച്ചും സംസാരിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ, ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ആ ഹൈപ്പൊക്കെ ഒന്ന് കൊടുത്ത്, ഹൈപ്പ് കൊടുക്കുന്നത് കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോ എത്താൻ വേണ്ടിയാട്ടോ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം അല്ലെങ്കിൽ ഹെൽപ്പ് അതാണ്. അപ്പോൾ നിങ്ങൾ ഹൈപ്പൊക്കെ ഒന്ന് കൊടുത്ത് എന്തെങ്കിലും ഒരു കമൻറ്റ്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റായിട്ട് എഴുതുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എനിക്ക് അറിയാൻ പറ്റും ഈ വീഡിയോയെക്കുറിച്ചുള്ള. നമുക്ക് ആദ്യം ഞരമ്പൻ ചേട്ടൻ്റെ വീഡിയോ ഒന്ന് കാണാം. ഞരമ്പൻ ചേട്ടൻ ഇന്ന് ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അന്ന് റിയാക്ട് ചെയ്ത ആൾക്കാർക്കെതിരായിട്ടാണ് ചേട്ടൻ ഈ വീഡിയോ ഇട്ടത്. പക്ഷേ റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്നവരുടെ സ്ട്രെങ്ത് എന്താണെന്നുള്ള ചേട്ടന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ചേട്ടൻ അനുമോൾക്ക് എതിരെ ചെയ്ത എല്ലാ വീഡിയോയും കളഞ്ഞില്ലെങ്കിലും ഈ ബോഡി ഷെയിം ചെയ്തുള്ള വീഡിയോകളെല്ലാം കളഞ്ഞു. ശരിക്കും റിയാക്ഷൻ വീഡിയോ ചെയ്ത ആൾക്കാരെല്ലാം ഉദ്ദേശിച്ചതും അത് തന്നെയാണ്. നിങ്ങൾക്ക് വിമർശിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ കുറിച്ച് സംസാരിക്കാം, ഒരു പ്രശ്നമില്ല, നമ്മളും സംസാരിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇപ്പം ഈ വരുൺ VKR, അതാണ് അയാളുടെ പേര്, ഫേസ്ബുക്കിൽ തപ്പിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ അയാൾക്ക് ഇഷ്ടം അനീഷിനെയാണെങ്കിൽ അനീഷിനെ കുറിച്ച് നല്ലത് പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. അനുമോളെ താഴ്ത്തി പറഞ്ഞോളൂ, അതും പ്രശ്നമില്ല. പക്ഷേ അവരുടെ വസ്ത്രധാരണം, അതുപോലെ അവരുടെ ശരീരഘടനയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അത് കുറച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അതിനി അനുമോളുടെ നല്ല ആരുടെ ആണെങ്കിലും അപ്പോൾ അത് വെച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് കേൾക്കുന്നവർക്ക്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ യൂട്യൂബേഴ്സും ആ വീഡിയോയ്ക്ക് തന്നെ റിയാക്ട് ചെയ്തത്. അപ്പോൾ ആശാൻ ഇപ്പോൾ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കേട്ട് നോക്കാം എന്താണ് ആശാന് പറയാനുള്ളത്. ഇത് അനീഷ്, ആദില, നൂറ ഒരുമിച്ച് വന്ന ഫംഗ്ഷൻസിന്റെ വീഡിയോ ആണ്. ഓൾമോസ്റ്റ് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. ഇത് അനീഷ് ഫാൻസിന് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അനീഷിന് ഇഷ്ടമുള്ള എല്ലാ ആൾക്കാർക്ക് വേണ്ടിയിട്ടും. അല്ലാതെ ഹേറ്റേഴ്സ് പ്ലീസ് സ്റ്റെപ്പ് ബാക്ക്. പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ള, ഈ അവസരം പറയട്ടെ, കുറെ ട്രോളർമാർ അൺലിമിറ്റഡ് ആയിട്ട് കുറെ യൂട്യൂബേഴ്സ് എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ട്. അനുമോളെ കുറെ ട്രോളി ബോഡി ഷെയിം ചെയ്യുന്നു. നിങ്ങൾ ബോഡി ഷെയിം പ്രതിപാദിച്ച് കുറച്ച് വീഡിയോസ് ആണല്ലോ ഇട്ട് ട്രോളുന്നത്. അപ്പോൾ നിനക്ക് അറിയാം നീ ബോഡി ഷേവിങ് ചെയ്യുന്ന ലെവലുള്ള വീഡിയോസ് ഇട്ടേക്കുന്നതെന്ന്. പിന്നെ ട്രോളന്മാർക്ക് ട്രോളാൻ മാത്രമുള്ള മുതലൊന്നും നീ ഇല്ല, അത് വേറെ കാര്യം. പക്ഷേ ഒരു പെൺകുട്ടിയെക്കുറിച്ച്, ഇനി പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ, അവരുടെ ബോഡി പാർട്സിനെ വെച്ചും അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ചൊക്കെ മോശമായിട്ട് സംസാരിക്കാൻ ആർക്കും അവകാശമില്ല. ശരീരവും വസ്ത്രവും അത് അവൻ്റെ മാത്രം സ്വാതന്ത്ര്യമാണ്. അതെങ്ങനെ ഇടണം, എന്ത് തരം വസ്ത്രം ധരിക്കണം എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. അതിനെ വെച്ചിട്ട് ട്രോളി ഡീഗ്രേഡ് ചെയ്യുന്നതിനോട് യോജിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഓരോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും നിന്നെ ട്രോളായിക്കോട്ടെ, നിനക്കെതിരെ റിയാക്ട് ചെയ്തതായിക്കോട്ടെ, അങ്ങനെ ചെയ്യാനുള്ള കാരണം അതാണ്. അല്ലാതെ നീ റിയാക്ഷൻ അനുമോൾക്കെതിരെ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും ഒരു പ്രശ്നമില്ല. പക്ഷേ ഇമാതിരി തോന്നിയ വാസങ്ങൾ ഇനി കാണിച്ചാൽ ഇനിയും റിയാക്ട് ചെയ്യും, നീ വീണ്ടും വീഡിയോ മുക്കേണ്ടി വരും. അപ്പോൾ ആശൻ വീഡിയോ മുക്കിയിട്ട് ഓടിയിട്ടുണ്ട്. ആ വിവരമാണ് ഇനി പറയാൻ പോകുന്നത്, കേട്ടോ. സോ ഞാൻ അതെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. എനിക്കത് ആവശ്യമില്ല. ബിക്കോസ് കഞ്ഞി കുടിക്കുന്ന അനുമോളുടെ സാധനം വെച്ചിട്ടാണ് ഞാൻ കഞ്ഞി കുടിക്കുന്നത്. അത് മേടിച്ചിട്ട് അരി മേടിക്കുന്നത്. എൻ്റെ പ്രൊഫൈൽ അനുമോളുടെ റീച്ച് ഔട്ടിലാണ് വന്ന് എന്ന് പറയുന്ന എല്ലാ യൂട്യൂബർമാർക്കും അങ്ങനത്തെ ടൈപ്പുള്ള വീഡിയോസ് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. പേടിച്ചിട്ടല്ല, ഭയന്നിട്ടാണ്. കേസൊക്കെ വരാൻ പോകാന്ന് കേട്ടല്ലോ, അതുകൊണ്ട് ഭയന്നിട്ടാണ്. എനിക്ക് പേടിയൊന്നുമില്ല, ഒരു പേടിയില്ല. അവനിപ്പോൾ ഒമാനിലാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഒമാനിൽ ടിക്ടോക്കിൽ ഭയങ്കര മോശം വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരാളാണെന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയ്ക്കകത്ത് വന്ന കമൻറ്റുകളെല്ലാം പറഞ്ഞത്. വളരെ മോശമായിട്ട് ഇവനെ എല്ലാവരും തെറിയാണ് പറയുന്നത് എന്നൊക്കെയാണ് കമന്റ് ബോക്സിൽ സംസാരം. അപ്പോൾ ആശാന്റെ സ്റ്റാൻഡേർഡ് എത്രമാത്രം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാമല്ലോ. എന്തിനാണ് വെറുതെ അവളുടെ ഇത് മേടിച്ചിട്ട് കഞ്ഞി കുടിച്ചെന്ന് പറഞ്ഞ് കേട്ട് മടുത്ത്? എന്തിനാണ്? അതിന്റെ ആവശ്യമില്ലല്ലോ. സോ ഞാൻ അനീഷിന്റെ ഒരു ഫാൻ ബേസ് എന്നുള്ള രീതിയിൽ ചെയ്തത്. ഇപ്പൊ അനീഷിനെ എന്നെ ചേർത്ത് വരെ വളരെ മോശമായിട്ട് വരെ ചിത്രീകരിച്ച് ഇവർ വീഡിയോ ചെയ്തിട്ടുണ്ട്. എടാ മോനെ, നിനക്കറിയില്ലേ, നീ ഇപ്പൊ സമ്മതിച്ചു നീ അനീഷിന്റെ ഫാൻ ബേസിലുള്ള ഒരാളാണെന്ന് സമ്മതിച്ചു. ശരിക്കും നിന്നെപ്പോലുള്ള ഫാൻസാണ് അനീഷിനെ പോലും ചീത്തപ്പേരുണ്ടാക്കുന്നത്, തുറന്നു പറയാമല്ലോ. അതിപ്പോൾ അനുമോളുടെ കാര്യത്തിലാണെങ്കിലും അനുമോളുടെ കുറേ ടോക്സിക് ഫാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ അനുമോൾക്കെതിരെ ഒരു വീഡിയോ ചെയ്താൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ബെന്നിനെയും നൂബിനെയും സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ചെയ്തു. ഞാൻ ഈ ഒരു അവസരത്തിൽ പറയാൻ ഉപയോഗിക്കുകയാണ്. അവിടെ അവരുടെ ഭാഗത്ത് ആ ഒരു വിഷയത്തിൽ ന്യായമുണ്ട് എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ്. നമ്മളൊരാളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വിചാരിച്ച് ഇപ്പോൾ അനുമോളെ ബിഗ് ബോസിൽ അവസാനത്തെ 2 ആഴ്ച മുതൽ ആ വീഡിയോ ചെയ്തതിന് തൊട്ട് മുൻപത്തെ ദിവസം വരെയും ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചിട്ടുള്ളത്. അത് അനുമോളോട് ഇഷ്ടം കൂടിയിട്ടോ അല്ലെങ്കിൽ അനുമോളുടെ ഫാൻ ആയതുകൊണ്ടല്ല. അവസാനത്തെ 2 ആഴ്ച അനുമോൾ ചെയ്ത കാര്യങ്ങളിൽ എന്തൊക്കെയോ അനുമോള് ഡിസേർവ്ഡ് അല്ലാത്ത കുറേ കാര്യങ്ങളുണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ അവിടെ സപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഈ ബിന്നിനെ നൂബിനെ സപ്പോർട്ട് ചെയ്ത വീഡിയോയുടെ താഴെ വന്ന കമന്റ്സ് കാണണം. നീ നൂബിന്റെ ഫ്രണ്ട് ആയതുകൊണ്ടല്ലേ നീ ഇങ്ങനെ കടന്ന് പറയുന്നത്, നീ അനുമോളെ പറയാറായിട്ടുണ്ടോ? അപ്പോൾ 2 കൂട്ടർക്കും, അനീഷിനായിക്കോട്ടെ അനുമോൾക്കായിക്കോട്ടെ, ടോക്സിക് ആയിട്ടുള്ള ഫാൻസ് ഇഷ്ടം പോലെയുണ്ട്. നല്ല ഫാൻസും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുന്ന, റെസ്പോണ്ട് ചെയ്യുന്ന ഫാൻസ് ഉണ്ട്. പക്ഷേ ടോക്സിക് ആയിട്ടുള്ള ഫാൻസ് ഈ 2 കൂട്ടർക്കും ഉണ്ട്.
അനീഷിനും ഉണ്ട്, അനുമോൾക്കും ഉണ്ട്. ഇവൻ്റെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അനീഷിൻ്റെ ടോക്സിക് ഫാൻസിനെ കാണാൻ പറ്റും. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇവൻ്റെ വീഡിയോയിൽ വരുന്ന കമൻസ് കാണണം. അത്രയും വൾഗറായിട്ടുള്ള, ഇവനെ പോലെ ചിന്തിക്കുന്ന, ഈ വരുൺ വികെആറിനെ പോലെയുള്ള ലെവലിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇവൻ്റെ കമൻറ്റ് ബോക്സിലുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ ഈ അനീഷിൻ്റെ ഫാൻസായിട്ടുണ്ട്. അനുമോൾക്കും അത്തരം ഫാൻസ് ഉണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. ഓരോ കണ്ടസ്റ്റൻസിനും ടോക്സിക് ഫാൻസ് ഉണ്ട്. അനീഷിൻ്റെ ടോക്സിക് ഫാന് കഴിഞ്ഞ ദിവസം ഞാൻ വിവിയുടെ ചാനലിൽ ഒരു ഓഡിയോ കേട്ടു. ഞാനതെടുത്ത് വയ്ക്കാത്തതാണ്. കാരണം അമ്മാതിരി തോന്നിവാസങ്ങളാണ് ഒരു ലേഡി, ഒരു സ്ത്രീ വിളിച്ച് പറയുന്നത്, വളരെ മോശമായിട്ട് സംസാരിക്കുന്നത്. അതൊക്കെയാണ് ടോക്സിക് ഫാൻ എന്ന് പറയുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഞങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ആരുടെ സപ്പോർട്ടർ അല്ലെങ്കിൽ ആരുടെ ഒരു ഫാൻ ബേസ് നിൽക്കുന്ന ആൾക്കാരല്ല. ചില സാഹചര്യങ്ങളിൽ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണെങ്കിൽ ഇഷ്ടപ്പെടുന്നു എന്ന് പറയും, കൊള്ളരുതാത്ത കാര്യം കാണുമ്പോൾ കൊള്ളില്ല എന്ന് പറയും. അതിനെ അംഗീകരിക്കാൻ പഠിക്കുക. അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ റിയാക്ട് ചെയ്യുക. ഇത് പല ആൾക്കാരും എന്താണ് ടോപ്പിക് എന്ന് പോലും കാണാണ്ടാണ് വന്ന് കമൻറ്റ് ചെയ്യുന്നത്. പക്ഷെ എന്താണോ എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നു, ഞാൻ അനുമോളുടെ ഫാനായതുകൊണ്ടല്ല ഈ വീഡിയോ എടുത്ത് ചെയ്യുന്നത്. എനിക്ക് ഈ വിഷയത്തിൽ തെറ്റിവൻ്റെ ഭാഗത്താണ് എന്ന് കണ്ടതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു, ഞാൻ റിയാക്ട് ചെയ്യുന്നു. ഇതുപോലെ തന്നെ അനുമോൾ എന്തെങ്കിലും ചെയ്താലും, അനുമോൾ എന്തെങ്കിലും പറഞ്ഞാലും ഞാൻ മോശമാണെങ്കിൽ മോശമെന്ന് ഞാൻ പറയും. അതിന് നിങ്ങൾ എന്നെ വന്ന് തെറി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്നോട് മോശമായിട്ട് കമൻറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. തെറ്റെന്ന് തന്നെ പറയും. ഓക്കെ, അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞു വെക്കുകയാണ്. ഇനി നമുക്ക് ഇവൻ്റെ ബാക്കി ഒന്ന് കേട്ടു. അപ്പോൾ എന്നെ ഇൻസൾട്ട് ചെയ്തതിന് ഇവന്മാർ ഇങ്ങോട്ടാണ് ഇപ്പോൾ ചേർന്നത്. എനിവേ, ഷെയർ ദിസ് വീഡിയോ. ഇത് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ്. സോ അനീഷ് ഫാൻസിന് എസ്പെഷ്യലി, ആൻഡ് അനുമോളെ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ചെയ്തിട്ടുള്ള ഞാനായിരിക്കണം. ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് എയറിൽ എന്തോരോ ആൾക്കാർ ഇപ്പോഴും എയറിൽ നിർത്തുന്നുണ്ട്, അനുമോള് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അനുമോള് കുറെ പ്രാവശ്യം വന്നിട്ട് ലൈവിൽ വന്നിട്ട്. നീ വീഡിയോ ചെയ്ത് അനുമോളെ വൈറലാക്കിയതാണ് നീ ഉദ്ദേശിക്കുന്നത്, അതോ അനുമോളുടെ വീഡിയോ ചെയ്ത് നീ വൈറലായതാണോ? എന്താ നീ ഉദ്ദേശിച്ചത്? അതൊന്നും മനസ്സിലായില്ല. അപ്പോൾ എന്തായാലും ആശാൻ വീഡിയോകളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ഓടിയിട്ടുണ്ട്. ഓടിയെന്നല്ല, അവൻ ആ ഒരു വിഷയം, ഈ പറയുന്ന ബോഡി ഷെയ്മിങ് ലെവലിലുള്ള വീഡിയോസ് നിർത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കാര്യം അവിടെ കഴിഞ്ഞു. എന്തായാലും അത് നല്ല കാര്യം. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് അങ്ങനെ ഗുണം ഉണ്ടായല്ലോ. ഇതൊക്കെയാണ് ഗുണങ്ങളെന്ന് പറയുന്നത്. എല്ലാവരും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ നെഞ്ചത്തോട്ട് കയറും, നീയൊക്കെ എന്താണ് സ്വന്തമായിട്ട് കണ്ടന്റ് ഇല്ല എന്നൊക്കെ ചോദിച്ചിട്ട്. ഇത്തരം കണ്ടന്റ് എടുത്ത് ചെയ്യുമ്പോഴാണ് ഇമാതിരി തോന്നിവാസം പറയുന്ന ടീമുകളെ നിലക്കിരുത്താൻ പറ്റുള്ളൂ. അതങ്ങോട്ട് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. മാന്യമായിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ ഇമാതിരി തോന്നിവാസങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും. അതാണ് നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് മീഡിയക്കാരുടെ കടന്നുകയറ്റം. അതാണ് ഇനി അടുത്ത് നമുക്ക് സംസാരിക്കാനുള്ള വിഷയം. മീഡിയക്കാരുടെ കടന്നുകയറ്റം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കുറച്ചധികം ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും എയർപോർട്ടിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ മീഡിയ ഇടിച്ച് കയറിയിട്ട്, മീഡിയക്കാരെന്ന് പറയാൻ പറ്റില്ല, അവരെ യൂട്യൂബ് ചാനൽ നടത്തുന്ന ആൾക്കാർ അവരുടെ പിന്നാലെ പോയിട്ട് അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ച് അവരെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു, ഐശ്വര്യ ലക്ഷ്മി മീഡിയ കണ്ട് ഓടുകയാണ്. ഒന്ന് അവസ്ഥ ആലോചിച്ച് നോക്കിയേ, എയർപോർട്ടിൽ എനിക്കൊന്നും സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഓടുകയാണ്. കാരണം ഇവർക്ക് ബൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ പറയുന്ന കാര്യവും പറയാത്ത കാര്യവും എല്ലാം കൂടെ വളച്ചൊടിച്ച് ഒരു പരുവാക്കി വയ്ക്കും. എന്നിട്ട് ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ പോസ്റ്റ് ചെയ്യും. അതിൻ്റെ താഴെ വരുന്ന കമൻറ്റ്സ് കാണണം. ലേഡീസിൻ്റെ വീഡിയോസ് ആണെങ്കിൽ പിന്നെ പറയണ്ട, അമ്മാതിരി കമൻറ്റ്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഓടുകയാണ്. അനുമോൾ ദുബായിൽ നിന്ന് തിരിച്ച് വന്നിട്ടുണ്ട്. ദുബായിൽ നിന്ന് തിരിച്ച് വന്ന സമയത്ത് അനുമോളോട് ഈ ഓൺലൈൻ മീഡിയക്കാർ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഈ ഓൺലൈൻ മീഡിയക്കാരുടെ ഒരു പ്രത്യേകതയുണ്ട്, അവരുടെ മുഖം കാണിക്കത്തില്ല. പകരം അവരാരോടാണോ ചോദ്യം ചോദിക്കുന്നത് അവരുടെ മുഖം കാണിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവന്മാർക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമല്ല. അവനവൻ്റെ മുഖം കാണിച്ച് സംസാരിക്കണ്ടല്ലോ. അതിന് പണി കൊടുത്തത് സാബുമോനും അതുപോലെ അങ്ങനെയുള്ള കുറച്ച് പേര് ഇവരെല്ലാം ഫേസ് കാണിച്ചുകൊണ്ട്, ഈ നീലക്കുയിലിൻ്റെയും അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ ഫേസ് കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ മുഖം കാണിച്ചുകൊണ്ട് ചോദിക്കാനുള്ള ഗട്ട്സ് അവന്മാർക്ക് ഇല്ല. അവനവൻ്റെ മുഖം കാണിച്ചുകൊണ്ട് ചോദിക്കുക, അല്ലെങ്കിൽ ഒരുതരം കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരെ പോലെയാണ്, ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ കമൻറ്റ് ചെയ്യുന്നത്. ഒരു ചാനലിൻ്റെ പേരിട്ട് കഴിഞ്ഞാൽ ആ ചാനലിൽ വരുന്ന സംസാരിക്കുന്ന വ്യക്തിയുടെ മുഖം കാണിച്ചു കഴിഞ്ഞാൽ അവൻ ഇമാതിരി ചോദ്യം ചോദിക്കില്ല, പക്ഷേ മുഖം കാണിക്കത്തില്ല. അതുകൊണ്ടാണ് ആ മുഖം കാണിക്കാതിരിക്കുന്നതാണ് അവൻ്റെയൊക്കെ ധൈര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അനുമോളോട് കുറച്ച് ചോദ്യങ്ങൾ ഈ മീഡിയ പേഴ്സൺ ചോദിക്കുന്നുണ്ട്, ഓൺലൈൻ മീഡിയ പേഴ്സൺ ചോദിക്കുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം. ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ പ്രശ്നം ഇതാണ്, പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറയും. അങ്ങനെ പറഞ്ഞതല്ല പറഞ്ഞത്. അവിടെ അനുമോളോട് അനീഷേട്ടനെ തേച്ചു എന്ന് ദുബായിൽ വെച്ചിട്ട് ഒരു ചോദ്യം വന്നില്ലേ, നീ എന്തിനാ അനീഷിനെ തേച്ചതെന്ന് ഒരാൾ ദുബായിൽ വെച്ച് ചോദിച്ചല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ചോദ്യമാണ് ഇവിടെ ചോദിക്കുന്നത്. അങ്ങനെ ഒരു ചോദ്യം വന്നല്ലോ, അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു? അനുമോൾ പറഞ്ഞു, ഞാൻ അനീഷിനെ തേച്ചു എന്ന് പറഞ്ഞില്ല. പക്ഷേ എനിക്ക് തുറന്നു പറയാമല്ലോ, അനുമോൾ ഫാൻസിന് വയലൻ്റ് ആയാലും പ്രശ്നമൊന്നുമില്ല. അന്നത്തെ മറുപടി കൊടുത്ത് എനിക്ക് അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒന്നുകിൽ ഇഷ്ടമാണ് എന്ന് പറയണം, അല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറയണം. ഇത് രണ്ടും കെട്ട പരുവത്തിൽ വീണ്ടും കൊണ്ട് ആ ചോദ്യത്തിൽ നിർത്തിയിരിക്കുകയാണ്. ഇനിയും ആൾക്കാർ കാണുമ്പോൾ ചോദിക്കും, അനുമോൾക്ക് അനീഷേട്ടനെ ഇഷ്ടമാണോ, അല്ലെങ്കിൽ അനീഷേട്ടനെ കല്യാണം കഴിക്കുമോ? ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ അനുമോൾക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? ഇപ്പോൾ അയാൾ അന്ന് ദുബായിൽ വെച്ച് ചോദിച്ചു, അനീഷേട്ടനെ ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ എനിക്കൊരു പാർട്ട്ണറായിട്ട് കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് അദ്ദേഹത്തെ വിഷമിപ്പിക്കണമെന്ന് ഓർത്ത് ഞാൻ പറഞ്ഞതാണ്. എനിക്കൊരു ബ്രദറായിട്ട് എൻ്റെ ഒരു ബ്രദറായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ തീരും അത്. മറിച്ച് അനുമോൾ അതിന് നൈസായിട്ട് ഒന്ന് വളച്ച് ഇങ്ങനെ കൊണ്ടുപോയി. അതായത് അനീഷേട്ടനെ ഞാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞില്ല, 2.5 വർഷം കഴിഞ്ഞ് ഞാൻ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഇത് കേട്ട പാടെ അനീഷേട്ടൻ എഴുന്നേറ്റ് പോയി. തങ്കച്ചേട്ടനായിട്ടുള്ള കോമ്പോ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞങ്ങൾ ബ്രദർ സിസ്റ്റർ ബോണ്ടിങ് ആണ്.
അപ്പോൾ അതുപോലെ അനീഷേട്ടനും എന്നെ ഒരു പെങ്ങളെ പോലെയാണ് കാണുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. അനീഷേട്ടൻ ഞാൻ കാണുന്ന ഒരു ബ്രദറിനെ പോലെയാണ്. സോ ആ ലെവലിൽ എനിക്ക് അനീഷേട്ടൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട ഒരു വിഷയമാണത്. അവിടെ തീരുമായിരുന്നത്. അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ മീഡിയക്കാരൻ ഈ ചോദ്യം ചോദിക്കില്ലായിരുന്നു. അതല്ല അനുമോളോട് ചെയ്ത്. ആ ഒരു കാര്യത്തിൽ എനിക്ക് അനുമോളോട് വിയോജിപ്പ് തന്നെയാണ്. ഇവിടെ ഇങ്ങനെ പറയാൻ കാരണം മീഡിയയോട് അനുമോൾ ഒരിക്കലും അങ്ങനെ റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യമില്ല. അനുമോൾ റെസ്പോണ്ട് ചെയ്യേണ്ടത് പ്രേക്ഷകരോടാണ്. അനുമോളുടെ ഡയറക്റ്റ് ഒരു ഓഡിയൻസ് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ ഭാഗത്തൊരു ചോദ്യം വരികയാണ്, ഇങ്ങനെ ഒരു കാര്യം കേൾക്കുന്നുണ്ടല്ലോ, അനുമോൾക്ക് എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്. കാരണം അനുമോളെ വളർത്തിയത് മീഡിയയിലുപരി ജനങ്ങളാണ്. ജനങ്ങൾ കൊടുത്ത വോട്ട് അല്ലെങ്കിൽ ജനങ്ങൾ കൊടുത്ത സപ്പോർട്ട്, ജനങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളാണ് അനുമോളുടെ കൂടെ നിൽക്കുന്നതിൻ്റെ ഫലമാണ് അനുമോൾ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അനുമോൾ റെസ്പോൺസിബിൾ ആവേണ്ടത് ജനങ്ങളോട് മാത്രമാണ്. ഈ മീഡിയ ഇവന്മാരുടെ കൊണസ്റ്റ് ചോദ്യങ്ങളോട് റെസ്പോണ്ട് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ആൻസർ കൊടുത്തത് നൈസായിട്ടുണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ അവിടെ പറയേണ്ടിയിരുന്നത് എനിക്ക് അനീഷേട്ടനെ ഒരു ബ്രദറായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ, ആ ലെവൽ എനിക്ക് ഇഷ്ടമാണ്, അതല്ലാണ്ട് മറ്റൊരു ലെവൽ എനിക്ക് കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവിടെ കട്ട് ചെയ്യാമായിരുന്നു. ചെയ്തില്ല. അത് അനുമോളുടെ ഇഷ്ടം. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. അനീഷേട്ടനായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞു. അനീഷേട്ടന് ഒരു പ്രശ്നമില്ല. എന്താ അനീഷേട്ടന് പ്രശ്നമാണോ? അതല്ല ഞാൻ പറഞ്ഞത്. അനീഷേട്ടനായിട്ട് എന്തായിരുന്നു റിലേഷൻ എന്ന് വെച്ചില്ലേ? ഉണ്ട്. രാജകുമാരിയുടെ. അപ്പൊ അല്ല, അനീഷേട്ടനായിട്ട് ആ റിലേഷന്റെ കാര്യം ചോദിച്ചില്ലേ ആള്? ഒരു റിലേഷനെ പറ്റി ചോദിച്ചില്ല ഒരാള്. അനീഷേട്ടനായിട്ടുള്ള റിലേഷനെ പറ്റി അനുമോളോട് ചോദിച്ചില്ലേ? ആ, അപ്പൊ അനുമോൾ എന്തോ പറഞ്ഞില്ലേ ഉത്തരം? അതെന്താ പറഞ്ഞെന്ന് ചോദിച്ചേ? ഇല്ല, നോക്ക് പറ. ഒരു കാര്യം ഒരു വട്ടേ പറയുള്ളൂ. രണ്ടാമത്തോട്ടും പറയാം, കേൾക്കാത്തോണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്? ദുബായിൽ പോയിട്ട് എന്തായി? അവിടെ അടിപൊളി, ടയേർഡാ. കണ്ടില്ലേ എന്തൊരു ഇറിറ്റേഷനാണ് ഓരോ ചോദ്യങ്ങൾ. അനീഷേട്ടനുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പിണക്കത്തിലാണോ? ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ടും പിന്നെയും കുത്തി കുത്തി ചോദിക്കുകയാണ്. അതുപോലെ തന്നെ ദുബായ് പോയിട്ട് എങ്ങനെയുണ്ട്? ടയർഡാണ്. അവിടെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ വീണ്ടും ഒരു വാക്കുകൂടി പറഞ്ഞു, ട്രാവൽ ചെയ്ത്. ഇനി ട്രാവൽ ചെയ്തൊന്നും പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇവന്മാർ വേറെ എഴുതും. ദുബായി പോയിട്ട് അനുമോൾ ഭയങ്കര ടയർഡാണ്, എന്താണ് അവിടുത്തെ പണി? ഇതായിരിക്കും അടുത്ത ക്യാപ്ഷൻ വരാൻ പോകുന്നത്. അപ്പോൾ ആലോചിക്കാവോ എത്രമാത്രം ശ്രദ്ധിച്ച് വേണം ഇവർക്ക് മറുപടി കൊടുക്കാനെന്നുള്ളത്. അമ്മാതിരി തോന്നിയവാസ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്, ഒരു കാര്യമില്ലാത്ത ക്വസ്റ്റ്യൻസ്. ഇനി ഇവനൊക്കെ മുഖം കാണിച്ച് ചോദിക്കോ? അതില്ല. ഫേസ് കാണിക്കത്തേ ഇല്ല. ഫേസ് കാണിച്ചാൽ ഇമ്മാതിരി ചോദ്യങ്ങൾ വരത്തില്ല. കാര്യം സ്വയം നാണം കെടുവല്ലോ. ആരാണ് ഈ ചോദിക്കുന്നത് മനസ്സിലാവുമല്ലോ. ഇത് ആർക്കൊക്കെ മനസ്സിലാവും? ചോദിക്കുന്ന ആളിനും ആളെ അറിയാം, കേൾക്കുന്ന ആൾക്കും ആളെ അറിയാം. അതല്ലാണ്ട് പുറത്ത് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഇതാരാണ് ചോദിക്കുന്നതെന്ന് അറിയത്തില്ല. ഇന്ന മീഡിയയിൽ നിന്ന് വരുന്നു, അത്രമാത്രം. വീഡിയോ ഔട്ട് ചെയ്യുമ്പോൾ അത് ഇന്ന ചാനലിൽ നിന്ന് വരുന്നു മാത്രമേ നമ്മൾ അറിയുള്ളൂ. ചോദിക്കുന്ന വ്യക്തി ആരാന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അതാണ് ഇവരുടെ ധൈര്യം എന്ന് പറയുന്നത്. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഫുൾ പേയ്മെന്റ് അക്കൗണ്ടിൽ വന്നോ? വന്നില്ലെങ്കിൽ വാങ്ങിത്തരൂ. പൈസ എന്തൊക്കെ അറിയണം? അല്ല, അനീഷേട്ടന് 1 ലക്ഷം രൂപ തന്നെ കിട്ടി. 10 ലക്ഷം രൂപ അനുമോൾക്ക് കിട്ടോ? കിട്ടി. എനിക്ക് നല്ലത്. അനീഷേട്ടൻ പലർക്കും പുറമെ പലതും തോന്നും, പക്ഷെ നേരിൽ കാണുമ്പോ ആണ് എല്ലാം മനസ്സിലാവുന്നത്. ഇതാണ് എല്ലാവരുടെ മനുഷ്യരുടെ സ്വഭാവവും മനുഷ്യരുടെ കാര്യം. ഒന്നും പറഞ്ഞില്ല. ആ മറുപടി കുറച്ചു പേർക്കുള്ള കുത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് കൂടെ നിന്ന് ചതിച്ച പല ആൾക്കാരുണ്ടല്ലോ, ഹൗസിനകത്താണെങ്കിലും ഹൗസിന് പുറത്താണെങ്കിലും കൂടെ നിന്ന് ഒറ്റിയ കുറച്ച് ടീമുകളുണ്ടല്ലോ. അങ്ങനെ ആയിരുന്നല്ലോ. ഹൗസിനകത്താണെങ്കിലും ഹൗസിന് പുറത്താണെങ്കിലും അനുമോൾക്ക് നേരിടേണ്ടി വന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. കുറേയൊക്കെ അനുമോളുടെ നാവിൻ്റെ പ്രശ്നമായിരുന്നുവെങ്കിൽ പോലും അൺഡിസേർവ്ഡ് ആയിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ അവിടെ നേരിടേണ്ടി വന്നു. ഈ പുറകിൽ നിന്നുള്ള കുത്തുകളും കാര്യങ്ങളും എല്ലാം പുറത്തിറങ്ങിയിട്ടാണെങ്കിലും നല്ലതായിട്ട് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതേക്കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്. അതിപ്പോൾ ശൈത്യ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആദില നൂറ, ഇപ്പോൾ ലാസ്റ്റ് പുറത്തിറങ്ങിയിട്ടാണെങ്കിൽ വിനുവിൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള കുത്തുകൾ ഇപ്പോഴും കിട്ടുന്നുണ്ട്. അത് പല രീതിയിലും വിനു പോസ്റ്റുകളിലൂടെയൊക്കെ വരുന്നുണ്ട്. അത് അനുമോളെ ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ പോലും ഇൻഡയറക്റ്റായിട്ട് കുത്തുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതേക്കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കുള്ളൊരു മറുപടി ആയിട്ടാണ് ആ ഒരു മറുപടി എനിക്ക് ഫീൽ ചെയ്തത്. അനുമോളുടെ അവൻ്റെ അമ്മയുടെ മോളോട് പറയുമ്പോൾ അവൻ പറയുന്നത് വണ്ടി കയറ്. ഞാൻ ചോദിക്കട്ടെ, ഒരു ആർട്ടിസ്റ്റ് വന്ന് നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു അത്യാവശ്യം ഇപ്പോൾ ലാലേട്ടനെ പോലെ ഒരാൾ വന്ന് നിൽക്കുകയാണെങ്കിൽ ഇവന് ഇതുപോലെ പറയൂ വണ്ടി കയറുന്നു. ഞാൻ ലാലേട്ടനെ വെച്ച് നമ്മളെ കമ്പയർ ചെയ്യുന്നല്ല, പക്ഷേ കൊടുക്കേണ്ട മിനിമം റെസ്പെക്ട് കൊടുക്കാം. ഇല്ലേ? ശരിയല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇവൻ ഓൺലൈൻ മീഡിയക്കാരനാണെങ്കിൽ അവൻ അതിൻ്റെ രീതിയോടെ നിന്നാൽ പോരെ? വണ്ടി കയറ്. അവൻ്റെ അമ്മയുടെ മോളാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. അനുമോളെ സ്നേഹിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? സ്നേഹം മാത്രം. അല്ലേ? ബിഗ് ബോസിന് ശേഷം ആദ്യമായിട്ടല്ലേ പോണതല്ലേ? ദുബായിൽ പോയപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ ഒരു സ്വീകാര്യത? നന്നായിരുന്നു. ഈ ഷെയ്ഖിന്റെ കൂടെ ഒക്കെ നിന്നിട്ട് ഷെയ്ഖ് അങ്ങനെ ചെയ്യാറുള്ള വീഡിയോ കണ്ടിട്ടായിരുന്നു.
ഫേക്കൊക്കെ എന്ത് പറയുന്നത് കണ്ടായിരുന്നോ അവര്? നിങ്ങളെ ഫേസ് മാറിയത് കണ്ടായിരുന്നു ആ ചോദ്യം ചോദിച്ചപ്പോൾ. ആ ചോദ്യം എവിടേക്കാണ് പോകുന്നു എന്നുള്ളത് മനസ്സിലായല്ലോ. അതാ റിയാക്ഷനാണ് ആ ഫേസിൽ കണ്ടത്. ഇതാണ് ഞാൻ പറഞ്ഞത് പ്രൈവസിക്കുള്ള കടന്നു കയറ്റെന്ന് പറഞ്ഞത്. കയറി പോകാൻ സമ്മതിക്കുന്നില്ല. കാറിലേക്ക് ഇപ്പോൾ അനുമോളായതുകൊണ്ടാണ് ഇത്രയെങ്കിലും മറുപടി അവർക്ക് കൊടുത്തത്. വേറെ ആരെങ്കിലും ആണെങ്കിൽ ആ വണ്ടി കയറി അങ്ങ് പോവുള്ളൂ. നമ്മൾ പിന്നെ നിന്നിട്ട് മറുപടി കൊടുക്കുകയാണ്. അത് അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് അനുമോൾ കൊടുക്കുന്നുണ്ട്, പക്ഷെ തിരിച്ചത് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് ഇവന്മാരെ അടുപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെല്ലാവരും കുറ്റം പറയാറുണ്ട്, നിങ്ങൾ മറ്റുള്ളവരുടെ പ്രൈവസിലേക്ക് കടന്നു കയറിയല്ലെന്ന്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആരുടെയും വീട്ടിനകത്ത് ചെന്നിട്ടോ അല്ലെങ്കിൽ അവർ പോകുന്ന സ്ഥലങ്ങളിൽ പോയിട്ടോ ഒന്നും എടുത്ത് സംസാരിക്കുന്നില്ല. നമ്മൾ ആരെക്കുറിച്ചാണോ സംസാരിക്കുന്നത് അവരുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്ക് ഓൺലൈനിൽ വരുമ്പോൾ അതെടുത്ത് വെച്ച് സംസാരിക്കാറുണ്ട്, നമ്മൾ നമ്മുടെ അഭിപ്രായം പറയാറുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ഓരോ വ്യക്തികളുടെയും പുറകെ നടന്ന് അവരുടെ പ്രൈവസിലേക്ക് ഇടിച്ചു കയറി അവരെ ഇറിറ്റേറ്റ് ചെയ്ത് ന്യൂസ് ഉണ്ടാക്കുക. അതാണ് ഇവർ ചെയ്യുന്നത്. ചേട്ടന് ഷേക്ക് വേണോ? ഷാർജ ഷേക്ക് വല്ലതും വേണോ? അതല്ല ഷെയ്ക്ക്. ആ ഷേക്ക് നന്നായിരുന്നു. പുള്ളിക്കെന്നെ അറിയില്ല. എങ്ങനെയാണ് അവിടുത്തെ പ്രേക്ഷകരൊക്കെ കാണാറുണ്ടോ? നല്ല ഓഡിയൻസ്. നമുക്ക് കേരളത്തിൽ 14 ജില്ല ഉണ്ടെങ്കിൽ ഞാനൊരു 15ാമത്തെ ജില്ലയായിട്ട് കൂട്ടുന്നത് UA ആണ്. കാരണം അവിടെ അത്ര നല്ല മനുഷ്യരാണുള്ളത്, സ്നേഹമുള്ള നല്ല ആൾക്കാരാണ്. അത് ഞാൻ മനസ്സിലാക്കി. ചോക്ലേറ്റ് ഉണ്ട്. ഞാൻ നാളെ എല്ലായിടത്തും എന്തെങ്കിലും പ്രോഗ്രാം വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ചോക്ലേറ്റ് തരാക്കാം. ഈ മാസ്ക് ഒക്കെ എന്ത് ചോദ്യമാണത്? ഈ മാസ്ക് വെക്കുന്നത് എന്തിനാ? ഇവന്റെ മുഖം എക്സ്പോസ് ചെയ്യേണ്ടതാണ്. ഇവൻ ആരാണ് എന്ന് ശരിക്കും മുഖം പുറത്ത് കാണിക്കേണ്ടതാണ്. മാസ്ക് വെക്കുന്നത് എന്തിനാ? ഒന്നുകിൽ പൊടി അടിക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ പുറത്തിറങ്ങും അനുമോള് ഇപ്പോൾ ബിഗ് ബോസിൽ പോയതിനു ശേഷമോ അല്ലെങ്കിൽ അതിന് മുന്നേ ആണെങ്കിൽ പോലും പുറത്തിറങ്ങുമ്പോഴേക്കും അത്യാവശ്യം ആൾക്കാരുടെ അടുത്ത് കൂടും, സെൽഫി എടുക്കാൻ വരും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയായിരിക്കാം മാസ്ക് വെക്കുന്നത്. അതുപോലും മനസ്സിലാക്കാനുള്ള ബോധമല്ലേ നീ എവിടുത്തെ മീഡിയക്കാരനാടാ? പൊട്ടനെന്നൊക്കെ വിളിക്കണമെന്നുണ്ട്, പക്ഷെ അതൊക്കെ കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തത്. മാസ്ക് വെക്കുന്നത് പ്രൈവസിക്ക് അല്ല, പൊടി അടിക്കേണ്ടത് എന്തിനാ? മതി. അതെ കയ്യിലെന്താ? അതെന്താ കയ്യില്? എന്തൊക്കെ അറിയണം? അല്ല ഇത് കണ്ടിട്ടായിരിക്കാൻ വേണ്ടിട്ടാ. ചോദ്യങ്ങൾ കണ്ടില്ലേ? ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും കൈ വീശൊരെണ്ണം പൊട്ടിക്കാൻ തോന്നും ഈ ചോദ്യങ്ങൾ വരുമ്പോൾ. ആ കൊച്ചു പിന്നെയും അതിനൊക്കെ മറുപടി പറയുന്നുണ്ട്. അതതിൻ്റെ മര്യാദ. അത് വളച്ചൊടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിച്ചാണ് മറുപടി കൊടുക്കുന്നത്. എന്നാലും ഇവനൊക്കെ വളച്ചൊടിച്ച് എഴുതത്തുള്ളൂ. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. PR ചേട്ടൻ്റെ ഒരു പോസ്റ്റ്, ഒരു സ്റ്റോറി വന്നിട്ടുണ്ട് PR വിനുവിൻ്റെ. നമുക്കതൊന്ന് വായിക്കാം. അതായത് അടുത്ത ദിവസം അനുമോളുമായിട്ട് ഒരു പ്രോഗ്രാം ഉണ്ട് ഈ PR വിനു ചേട്ടന്. അതിൻ്റെ ചീഫ് ഗസ്റ്റ് അനുമോളാണ്. എന്നാൽ ഗസ്റ്റ് ഓഫ് ഓണർ എന്ന് പറയുന്നത് മിസ്റ്റർ വിനു വിജയാണ്. അപ്പോൾ ആ പോസ്റ്റിന് വിനു ഒരു ടൈപ്പ് ചെയ്തൊരു സാധനം എഴുതിയിട്ടുണ്ട്. I regret to inform you that I will not be able to attend the function. Thank you for sending me the details and for considering me. ഇതാണ് ആ എഴുത്ത്. ഞാൻ ചോദിച്ചോട്ടെ, ഇത് വിനു ചേട്ടൻ ആ വിളിച്ച ടീമിന് അയച്ചു കൊടുക്കേണ്ട സാധനമല്ലേ? ഇത് അയച്ചു കൊടുത്ത സാധനം മാറി സ്റ്റോറി ആയിട്ട് വന്നതാണോ, അതോ ചേട്ടൻ ഈ സബ്ജക്റ്റ് വിടാൻ ഉദ്ദേശം ഇല്ലാത്തതുകൊണ്ടാണോ? കഴിഞ്ഞ ദിവസം ഒരു താങ്ക് യു നോട്ടൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും താങ്ക് യു പറയുന്നു. അനുമോളിൽ നിന്ന് എന്നെ പിരിച്ചതിനും പിരിക്കാൻ കൂടെ നിന്ന വീട്ടുകാർക്കും നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എല്ലാം താങ്ക് യു പറഞ്ഞുകൊണ്ട് ഒരു സാധനം പഠിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് നേരം കഴിഞ്ഞപ്പം ആളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കാണുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അത് ഞാനെടുത്ത് വെച്ചിട്ടുണ്ട്, മറ്റു പലരും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുകയും ചെയ്തു. ഞാൻ പിന്നെ വിട്ടു, വേണ്ട എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് കണ്ടപ്പോൾ ചേട്ടൻ ഈ സ്കീം വിടാൻ ഒരു ഉദ്ദേശമില്ലെന്ന് തോന്നുന്നു. എന്താണ് ചേട്ടൻ്റെ പ്രശ്നം എന്ന് മനസ്സിലാവുന്നില്ല. ആക്ച്വലി ആ ടീമിന് അവർക്ക് അയച്ചു കൊടുക്കേണ്ട കാര്യം, അതായത് എനിക്ക് ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല, എൻ്റേതായിട്ടുള്ള റീസൺ കൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് അവരോട് പറയേണ്ട കാര്യം, അവരുടെ മുന്നിൽ ബോധിപ്പിക്കേണ്ട കാര്യം എന്തിനാണ് സോഷ്യൽ മീഡിയ വന്ന് പറയുന്നത്? എന്ത് കാര്യത്തിന്? ഇനി ഇത് ചർച്ചയാവണം. ഇതേക്കുറിച്ച് ആൾക്കാർ അനുമോൾക്കെതിരെ നിൽക്കണം. നിങ്ങളുടെ ഇതൊരു തരം ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ചേട്ടൻ എല്ലാവരും കൂടെ അങ്ങ് ഒറ്റപ്പെടുത്തി അതിൻ്റെ റിഗ്രറ്റാണ് ചേട്ടനുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിഷമത്തിലാണ് ചേട്ടൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഇനി ഒരു ഫംഗ്ഷനും അനുമോളുടെ കൂടെ അറ്റൻഡ് ചെയ്യുന്നില്ല. ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ അനുമോളുടെ ഒപ്പം തന്നെ അറ്റൻഡ് ചെയ്ത് കാണിക്കും. അനുമോൾക്കൊപ്പം ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണം. എന്താ പ്രശ്നം? ആരാ ചോദിക്കാൻ വരുന്നത്? നിങ്ങൾ PR അല്ലേ? നിങ്ങൾ കഴിഞ്ഞ സീസണിൽ ജിൻഡോയുടെ PR ആയിരുന്നു അല്ലേ? നിങ്ങൾ ജിൻഡോയുടെ പുറകെ ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നോ? ഒന്നുമില്ലല്ലോ. പിന്നെ അത് അനുമോളുടെ പുറകെ മാത്രം ഇങ്ങനെ നടക്കണം ഒരു ത്വര, അത് മനസ്സിലാവുന്നില്ല. എന്താ ചേട്ടൻ്റെ ഉദ്ദേശം? അവളുടെ വഴിക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ചേട്ടൻ പറഞ്ഞു ചേട്ടൻ കാരണമാണ് അവൾക്ക് പ്രോഗ്രാം കിട്ടുന്നതെന്ന് പറയുന്നു. ചേട്ടൻ തന്നെ പറയുന്നു അവളുടെ സാമീപ്യത്തിൽ നിന്ന് മാറുന്നു എന്ന് പറയുന്നു. പിന്നെയും ചേട്ടന് റിഗ്രറ്റ് അല്ലെങ്കിൽ ചേട്ടന് വിഷമം. എന്താണിത്? എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ഒരു ഉത്തരം കിട്ടുന്നില്ല. എന്താ ചേട്ടൻ്റെ പ്രശ്നം എന്നുള്ളതിൽ? നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ സ്റ്റോറി വരുമ്പോൾ അത് ഒരുപാട് ആൾക്കാർ കാണും. അത് കാണുമ്പോൾ ആൾക്കാരുടെ മനസ്സിലേക്ക് തോന്നുന്ന ചിന്തകളാണ് ഞാനീ പറയുന്നത്. വെറുതെ ഉള്ള വില കളയല്ലേ? നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, പക്ഷേ ഉള്ള വില കളയരുത്. എനിവേ, ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യാൻ ഉള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചൂണ്ടിക്കാണിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.